ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. 301 കോളനിയിൽ ഗോപിനാഗന്റെ വീട് തകർത്തു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ചക്കക്കൊമ്പൻ എന്ന കാട്ടാനയാണ് വീട് തകർത്തത്. ഈ ആനയ്ക്ക് മതപ്പാടുണ്ടെന്ന രീതിയിൽ നാട്ടുകാർ ഒരു കാര്യം പറയുന്നുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഇസ്കേൻ, ഇന്നലെ രാത്രിയാണ് ചക്കക്കൊമ്പൻ ഗോപിനാഗന്റെ വീട് ആക്രമിച്ചത്, തകർത്തത്. വീട്ടിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അത് പുറത്തിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഈ സംഭവ സമയം ആരും ഉണ്ടായിരുന്നില്ല. ഈ ഗോപിനാഥന്റെ മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അടിമാലിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ആന ഒരു റേഷൻ കട ആക്രമിച്ച് തകർത്തിരുന്നു. ഇതിന് പിന്നാലെ വനം വകുപ്പ് ആനയ്ക്ക് മതപ്പാടുണ്ട് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇനിയും അക്രമ രീതികളിലേക്ക് ഈ കാട്ടാന ചക്കക്കൊമ്പൻ പോകാൻ സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നാട്ടുകാർക്ക് വനം വകുപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയാണ് ചക്കക്കൊമ്പൻ. സമീപകാലത്തായി ചെറിയ രീതിയിലുള്ള അക്രമ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും കൃത്യമായ ജാഗ്രത നാട്ടുകാർ പാലിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.